ഇതൊക്കെ എപ്പോൾ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു നല്ല കാര്യം ചെയ്യുന്ന വെച്ചാൽ ആളുകളുടെ കുഴപ്പമില്ല, ഉടനെ എടുത്ത് ഈ കുന്തത്തിലിടും. ഇത് ആൾക്കാരുടെ ഇടയിൽ പോയി എനിക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. സമ്മതിക്കൂല ആൾക്കാർ. അല്ലാതെ നിങ്ങളിട്ടതല്ല. എന്താ മാവ പറയണേ? അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ നിന്നാലേ ഇന്ന് 100 വീടുകളിലാണ് കിറ്റ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 100 വീട്ടിലും കയറി കിറ്റും കൊടുത്ത് ഫോട്ടോ എടുക്കാൻ നിന്നാൽ അതിനെ സമയം വരുള്ളൂ. അല്ല മാവ, ഈ പകർച്ചവ്യാധിയുടെ ഈ പ്രശ്നം വന്നപ്പോഴേ കോടിക്കണക്കിന് രൂപ കൊടുത്ത് സഹായിച്ച ഒരുപാട് പേരുണ്ട്. പിന്നെ പക്ഷെ അവരാരും ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ല. അതെ, അതാ ഞാനും ആലോചിക്കും. ഈ കുറച്ച് അരിയും കുറച്ച് പച്ചക്കറിയും കൊണ്ട് കൊടുത്തിട്ട് ഫോട്ടോ വന്ന കാര്യം ഭയങ്കര അത്ഭുതം തന്നെ. എന്തെങ്കിലും നല്ലത് ചെയ്ത് അംഗീകരിക്കും. നീ നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ കുറച്ച് അരിയും പച്ചക്കറിന്ന്. ഇതും കൊണ്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാർ ഇത് വാങ്ങാനായിട്ട് അവരുടെ ആ ഒരു ത്വരയുണ്ടല്ലോ, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. വാങ്ങിയിട്ടുണ്ടല്ലോ കണ്ണു നിറഞ്ഞതങ്ക അവരുടെയൊക്കെ. സർക്കാർ അരി കൊടുത്ത് പച്ചക്കറി കൊടുത്തോ? ഇല്ലല്ലോ, പച്ചക്കറി ചുമ്മാ ഇട്ടോ. നിങ്ങൾക്ക് കുറെ കൃഷി അത് ഇതുണ്ടല്ലോ, ചീരയും മാങ്ങയും തേങ്ങ ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യന് എന്തെങ്കിലും കൊടുത്താ മാവാ? ഞാൻ കൊടുത്തില്ലെന്ന് നിനക്കറിയോ? ഞാനിതിങ്ങനെ കൊട്ടി കൊടിച്ച് നടക്കാറില്ല. ഞാനിപ്പോ ചീരത്തോട്ടത്തിലേക്ക് പോകാറില്ല. ആ പണിക്കാരോട് എന്താ വേണ്ടി ചെയ്തോളാൻ പറഞ്ഞു. അതെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ഞാനെന്തേ ചെയ്തു. പക്ഷെ നിങ്ങൾ പ്രമുഖനല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരും ഫോട്ടോ എടുത്തില്ല. ഞാനൊരു പ്രമുഖനായി പോയി. നാട്ടുകാർക്ക് നാളെ എന്നെ വേണം, നാടിൻ്റെ നന്മയ്ക്ക് ഞാൻ വേണമെന്നുള്ളതുകൊണ്ട് ആരൊക്കെയോ എൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൽ ഫോട്ടോ എടുത്തിട്ട്. പിന്നെ ഇതൊക്കെ കണ്ട് ആർക്കെങ്കിലും പ്രചോദനം ആവണമെങ്കിൽ ആയിക്കോട്ടെ. എന്തിനു നമ്മളിപ്പോൾ എഴുതാപ്പുറം വായിക്കണത്? അങ്ങനെ അല്ലാതെ മുരളിച്ചേട്ടൻ മുരളിച്ചേട്ടൻ ഞങ്ങൾ കിറ്റ് കൊടുത്തേ ഉള്ളൂ രാവിലെ. ഒരുപാട് പോക്കിരുത്തണം കാണിക്കില്ല കേട്ടാ. അതിലുണ്ട് എന്തേട്ടാ സാറേ, രാവിലെ യവനിയും എൻ്റെ കൂട്ടാളികളും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. കൊറോണ കാലമാണ്, ഒരു കിറ്റ് തരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ആഹാരമൊക്കെ ഉണ്ട്, ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ കഴിയാണ്, വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ അന്നത്തിനെ നിഷേധിക്കാൻ പാടില്ല. നിർബന്ധിച്ച് എനിക്ക് തന്നു. പിന്നെ ഞാൻ അതങ്ങ് വാങ്ങിച്ചു വെച്ചു. ഇതെനിക്ക് തന്നിട്ട് ഇത് തരണതിൻ്റെ ഒരു ഫോട്ടോ എന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ചെടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് ഇതൊക്കെ പോട്ട്. അതിൻ്റെ അടിയിൽ എന്താണെന്ന് എഴുതിയാന്നറിയാം. പട്ടിണി കിടക്കണ മുരളിക്കും കുടുംബത്തിന് ഞങ്ങളുടെ വക സംഭാവന. അവനൊരു അബദ്ധം പറ്റിയാണ്, ക്ഷമിച്ചേക്കണ്ട. ഇനിയിപ്പോൾ ആരും അറിയിക്കേണ്ടത്. ഞാൻ ക്ഷമിക്കും, പക്ഷെ ഗൾഫിൽ ഇരിക്കണ എൻ്റെ മോൻ ക്ഷമിക്കുവോ? അവന്റെ കല്യാണ ചിഹ്നത്തിൽ ആലോചിച്ച് വെച്ചിരുന്നതല്ലേ. ഈ ഫോട്ടോയെ അടിക്കുറിപ്പും കണ്ടിട്ട് അവന്റെ പെണ്ണ് വീട്ടുകാർ വിളിച്ചു പറഞ്ഞു ഈ കല്യാണം ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ പെണ്ണിനെ അയക്കൂലെന്ന്. എടാ ദ്രോഹി, എടാ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യല്ലോ കേട്ടാ. അവന്റെ കിറ്റ് ഇനി മേലാൽ ആ പരിസരത്ത് വെള്ളം ഇട്ടോണ്ട് കണ്ടുപോലെ ഞാൻ പയ്യന്മാരെ കൊണ്ട് ചെളിവാരി അറിയും. മനസ്സിലായടാ? കഷ്ടങ്ങളെ അളി, ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങുന്നത് തെറ്റൊന്നുമല്ല. എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുക, അതിന് പബ്ലിസിറ്റി കൊടുക്കുക, അതിന്റെ പേരിൽ ആളാവ് നടക്കുക. നാണമില്ല അളിയ, ഉളുപ്പ് വേണം കുറച്ചൊക്കെ. എന്തായാലും എൻ്റെ പാർട്ടി കൊണ്ട് ഒരു ഗുണമുണ്ടായി. അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് കറക്റ്റായിട്ട് ഇത് കിട്ടിയല്ലോ. നിർധന കുടുംബത്തിന്റെ കിറ്റ് നമുക്ക് കിട്ടി.